അമ്മുവിന്റെയും ഇന്ദുവിന്റെയും ഫീസ് മുഴുവൻ അടച്ചിട്ടുണ്ടല്ലോ. ഫീസ് അടച്ചെന്നോ? ആര്? ഞങ്ങള് ഫീസ് അടച്ചിട്ടില്ല മാഡം. അതറിയില്ല, ഇന്നലെ അടച്ചത്. ചിലപ്പോ നിങ്ങൾ അറിഞ്ഞു കാണില്ല. വായിച്ചു നോക്ക്. ഈശ്വര, ഇതെന്താ രാജീവേട്ടൻ ഇവൾക്ക് കൊടുക്കുന്നേ? ആ ഫയലിൽ എന്തായിരിക്കും? അവൾക്ക് എന്തൊക്കെയായി എഴുതി കൊടുക്കുന്നതെന്ന് ആർക്കറിയാം? എന്താ ഇത്? ഇതോ, ഇത് നീ എനിക്ക് കല്യാണത്തിന് മുമ്പേ എഴുതുന്ന പ്രേമലേഖനങ്ങളാ. ഇത് ഞാൻ സമൃദ്ധയ്ക്കൊന്ന് വായിക്കാൻ കൊടുത്തായിരുന്നു. ഇങ്ങ് തന്നെ. എന്താ വായിക്കുന്നില്ലേ? അല്ല, വായിച്ചാലും നിനക്കൊന്നും മനസ്സിലാവണമെന്നില്ല. അതിന് കുറച്ചൊക്കെ ബുദ്ധിയും ബോധമൊക്കെ വേണ്ടേ? നിന്നെപ്പോലുള്ള അസൂയ ജീവികൾക്ക് വായിക്കാനുള്ള അല്ല ഇത്. മറ്റ് സ്ത്രീകളുടെ മുന്നിൽ വെച്ച് ഭാര്യയെ കളിയാക്കുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല. ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുന്നത് സംശയത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുന്നതും ഭാര്യയ്ക്ക് അത്ര നല്ല ശീലമല്ല. ഇങ്ങനെ ഇനി ഇതൊക്കെ കൊടുത്തുപോലെ സൂക്ഷിച്ചു വെച്ചോ, നമുക്ക് ആവശ്യം വരും. രണ്ടുപേരും കൂടി എന്നെ മണ്ടിയാക്കൊന്നും വേണ്ട. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. ശിശിരേച്ചി എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങള് മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത്? അതും എല്ലാം വേണ്ടാതെ നിങ്ങള് 4 പേരുടെ മുമ്പിൽ പറയാൻ പോലും പറ്റില്ല. മനസ്സിലൊന്ന് വെച്ചിട്ട് മുഖത്തൊന്ന് കാണിക്കാനും വർത്തമാനം പറയാനൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ കാണുന്നത് പറയും. നിങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ അറിയാതെ എന്തോ ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമാ. അതുകൊണ്ടല്ലേ ഈ ഫയൽ എന്നെ കാണിക്കരുതെന്ന് രാജീവേട്ടൻ പറഞ്ഞത്. ശിശിരേച്ചി, ആദ്യം സ്വന്തം ഭർത്താവിനെ ഒന്ന് സ്നേഹിക്കുക, വിശ്വസിക്കുക. അല്ലാതെ സംശയരോഗമായിട്ട് ഭർത്താവിന്റെ പിന്നാലെ നടക്കുന്നതേ ഒരു നല്ല ഭാര്യയുടെ ലക്ഷണമല്ല. അങ്ങനെയുള്ള ഭാര്യമാരെ എല്ലാ ഭർത്താക്കന്മാരും വെറുക്കേയുള്ളൂ. ഇനിയെങ്കിലും അത് ഓർത്തു പെരുമാറിയാ ശിശിരേച്ചിക്ക് തന്നെ നല്ലത്. ഇരിക്കൂ. അമ്മുവിന്റെ മദറാണോ? അല്ല, ആന്റിയാ. എന്താ കാര്യം? അത് പിന്നെ എനിക്ക് മാഡത്തിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. കാര്യം പറഞ്ഞോളൂ. അമ്മുവിന്റെയും ഇന്ദുവിന്റെയും 2 ടൈമില് ഫീസ് കുടിശ്ശികയുണ്ട്. കഴിഞ്ഞ ആഴ്ച അടയ്ക്കാന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഇതുവരെ അടയ്ക്കാൻ പറ്റിയില്ല. ഫീസ് അടയ്ക്കാൻ വന്നതാണോ? ക്ഷമിക്കണം മാഡം, ക്യാഷ് ആയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ദിവസത്തെ സാവകാശം കൂടെ വേണം. ഫീസ് അടുത്ത ആഴ്ച അടച്ചോളാം. അതൊന്ന് റിക്വസ്റ്റ് ചെയ്യാനാ വന്നത്. ഒരാഴ്ചത്തെ സമയം കൂടെ മതി. ഞങ്ങൾ എങ്ങനെയും ഫീസ് അടച്ചോളാം. ഒരു മിനിറ്റ്, ചെക്ക് ചെയ്തോട്ടെ. അമ്മുവിന്റെയും ഇന്ദുവിന്റെയും ഫീസ് മുഴുവൻ അടച്ചിട്ടുണ്ടല്ലോ. ഫീസ് അടച്ചെന്നോ? ആര്? ഞങ്ങള് ഫീസ് അടച്ചിട്ടില്ല മാഡം. അതറിയില്ല, ഇന്നലെ അടച്ചത്. ചിലപ്പോ നിങ്ങൾ അറിഞ്ഞു കാണില്ല. കുട്ടികളുടെ അച്ഛനമ്മമാര് വന്ന് അടച്ചു കാണും. മാഡം, അത് അല്ലെങ്കിൽ ആരാ അടച്ചതെന്ന് വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതിയല്ലോ. ചിലപ്പോ ഫീസ് അടച്ചാല് നിങ്ങളോട് പറയാൻ മറന്നതായിരിക്കും. കുടിശ്ശിക അടക്കം 2 ടീമിലെ മുഴുവൻ ഫീസും അടച്ചിട്ടുണ്ട്. ഈശ്വര,
ഇതെന്ത് മാജിക്കാ? വീട്ടിൽ നിന്ന് ഒരാൾ ഫീസ് അടച്ചിട്ടില്ല, പിന്നെ ആരേതടച്ചേ? അതും 2 ടൈമിലെ ഫീസ് ഒരുമിച്ച് അടച്ചു എന്നൊക്കെ പറഞ്ഞാ അതാരായിരിക്കും? ഫീസിന്റെ കാര്യമല്ലാതെ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല മാഡം. ആ അപ്പൊ ശരി. അന്ന് സമൃദ്ധ എന്നെ കാണാൻ വന്നപ്പോൾ തന്നെ അവർക്ക് മെമ്മറി ലോസ് സംഭവിച്ച കാര്യം എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ രണ്ടാമത് അന്വേഷിച്ചു വന്നത്. പക്ഷേ അവിടെയുള്ള ആരും എന്നോട് സഹകരിച്ചില്ല. സമൃദ്ധ പോലും പരിചയമില്ലാത്ത പോലെയാണ് എന്നോട് പെരുമാറിയത്. സമൃദ്ധയ്ക്ക് എന്താ പറ്റിയത്? എന്തിനാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്? അല്ല, നിങ്ങളിതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? ഇവര് മോളെ അന്വേഷിച്ചു വന്നതാ. സൈക്യാട്രിസ്റ്റ് ആണെന്നാ പറഞ്ഞത്. പേഷ്യന്റിനെ ക്യാൻവാസ് ചെയ്യാൻ വീടുകൾ തോറും കയറി ഇറങ്ങുന്ന സൈക്കാട്രിസ്റ്റിനെ ആദ്യമായിട്ടാ ഞാൻ കാണുന്നേ. എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ എല്ലാം മറന്നുപോയല്ലേ? മറന്നതാണോ അതോ മായ്ച്ചതാണോ? അതിനർത്ഥം യഥാർത്ഥ കാര്യങ്ങൾ ഞാൻ അറിയരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നല്ലേ? അതൊക്കെ അന്ന് സംഭവിച്ചു പോയതാണ് മാഡം. ഒരു കള്ളം മറയ്ക്കാൻ മറ്റൊരു കള്ളം. അങ്ങനെ കള്ളങ്ങൾ കൊണ്ട് കെട്ടിയ കൊട്ടാരം ഇപ്പൊ തകർന്നു വീണിരിക്കുന്നു. നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അതാണ്. ഡോക്ടർ, കേസിന്റെ കാര്യങ്ങളൊന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. പലതും ഞാൻ മറന്നു പോവുക. കോടതി മുറിയിൽ എൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു. കേസുകൾ പലതും തോറ്റുപോകുന്നുള്ള ഭയത്തിലാണ് ഞാൻ. ആങ്സൈറ്റി പലപ്പോഴും ഫ്യൂച്ചറിനെ പേടിച്ചല്ല ഉണ്ടാവുന്നത്, സത്യം പറയേണ്ടി വരുന്ന നിമിഷത്തിനെ പറ്റിയാണ്. 10 വർഷമായി നിങ്ങളുടെ ഭാര്യ മറന്നുപോയ ഓർമ്മകളെക്കാൾ ഇത്രയും നാൾ നിങ്ങൾ മറച്ചുവെച്ച സത്യത്തിനെയാണ് നിങ്ങൾ ഭയക്കുന്നത്. ഡോക്ടർ പറഞ്ഞത് സത്യവാ. അവക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്ന നിമിഷത്തെ ഓർത്താ ഓരോ നിമിഷവും ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ? എന്തിനാണ് നിങ്ങളും മറ്റുള്ളവരും അതിനെ ഭയപ്പെടുന്നത്? സമൃദ്ധിയുടെ ഭൂതകാലം ഞാൻ എങ്ങനെ ഇവരോട് പറയും? ഞാൻ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചുവെന്ന് എനിക്കെങ്ങനെ പറയാൻ കഴിയും? അവര് ശരിക്കും നിങ്ങളുടെ ഭാര്യ തന്നെയല്ലേ? ആ അതെ, എൻ്റെ ഭാര്യയാണ്. 10 വർഷം ഞങ്ങൾ ഒന്നിച്ചാ ജീവിച്ചത്. മരുന്നിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം മനസ്സിലുള്ള ഭയം ഇല്ലാതാവുക എന്നുള്ളതാണ്. അതിന് നമുക്കൊരു സപ്പോർട്ടീവ് തെറാപ്പി സെക്ഷൻ വേണം. എങ്കിലേ നിങ്ങളുടെ ഭയത്തിന്റെ യഥാർത്ഥ ഉറവിടം എന്താണെന്ന് കണ്ടെത്താൻ പറ്റൂ. തൽക്കാലം ഞാൻ 1-2 ടാബ്ലറ്റ് തരാം. ഉറക്കം കുറവാണെങ്കിൽ അത് കഴിച്ചാൽ മതി. ശരി ഡോക്ടർ.